ഹൈവ വെൽക്കം ബാക്ക് ട്രിപ്മല്ലു. എൻ്റെ പേര് ഷമീർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോയ്സിന് വേണ്ടിയുള്ളൊരു സിറ്റി, ഇന്ത്യയുടെ ടോയ് സിറ്റി എന്നറിയപ്പെടുന്ന കളിപ്പാട്ടങ്ങളുടെ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ സ്ഥലം നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ റോഡിലാണ്. ചന്നപട്ടണ എന്നുള്ള ഒരു സിറ്റി, ചെറിയൊരു ടൗണാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾക്ക് സ്ഥലത്തെത്തി. ചന്നപട്ടണ എന്ന ഈ കളിപ്പാട്ടങ്ങളുടെ സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നിവിടെ യുഗാദി എന്നുള്ളൊരു നടക്കുന്നുണ്ട്. മൊത്തം കടകളൊക്കെ ലീവാണ്, ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ലീവാണ്. നമുക്ക് ഒരു തൽക്കാലം ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറി നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടിപ്പുവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ കളിപ്പാട്ട നിർമ്മാണങ്ങൾ. ഇത് മൊത്തം ഒരു ഓർഗാനിക് ടൈപ്പിലാണ്. നമ്മളെ വുഡ്, റോസ് വുഡ്, ടീക്ക് വുഡ് അങ്ങനെയുള്ള മരങ്ങൾ അവർ അവരെ ഹാൻഡ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന മുത്തുകളൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഇപ്പം ഇന്ന് നമുക്കത് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ എന്തായാലും അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഈ ടിപ്പുവിൻ്റെ കാലത്ത് പേർഷ്യയിൽ നിന്ന് ഇത്തരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരെ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടെയുള്ള ആൾക്കാരെ പഠിപ്പിച്ചിട്ടാണ് ഇവർ ഈ തൊഴിലിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുമ്പൊക്കെ ഏകദേശം 500ഓളം കുടുംബങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 50ഓളം കുടുംബങ്ങളെ ഇത് ചെയ്യുന്നുള്ളൂ. പിന്നെ ചെറിയ ഫാക്ടറികളും കുടിൽ വ്യവസായം പോലെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ കടന്നുവരവ് ഇവരെയും നന്നായിട്ട് ബാധിച്ച് എന്ന് പറയാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പലതരം പ്ലാസ്റ്റിക്കും കെമിക്കലും ക്യാൻസറിന് കാരണം പല കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ മറ്റ് പ്ലാസ്റ്റിക് ടോയ്സും ചൈനീസ് ടോയ്സൊക്കെ വരുന്നത്. പക്ഷേ ഇത് ഒന്ന് മരം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇവരുപയോഗിക്കുന്ന കളറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കളറാണ്. വെജിറ്റബിളും ചെടിയുടെ ഇലകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവർ കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് ഈ കളർ ഉണ്ടാക്കുന്നതും ഇതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. അപ്പം ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് നമുക്കധികം ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇവിടെ ഏകദേശം 10 രൂപ മുതൽ മേലോട്ട് നമുക്ക് സാധനം കീച്ചെയിൻ മുതൽ മേലോട്ടുള്ള പലതരം സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ നാട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഇതിലേ കൂടി കടന്നു പോകുമ്പോൾ കാണാം റോഡ് സൈഡിൽ മുഴുവൻ ഇത്തരം കടകളാണ്, ഷോപ്പുകൾ, റീറ്റെയിൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഹോൾസെയിലായിട്ട് വന്നിട്ട് നമ്മൾ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്കൊക്കെ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ റോഡ് സൈഡ് മുഴുവൻ ഇത്തരം കളിപ്പാട്ടങ്ങളുടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഉൾഭാഗത്തേക്കാണ് ഇതിൻ്റെ കുറേ കുടിൽ വ്യവസായം പോലെ ഈ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത്, ഇതിന് വേണ്ട കളറുകൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ മുമ്പൊക്കെ ഫുള്ള് കൈയായിരുന്നു. ഇപ്പം കുറച്ച് മെഷീനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ അത്തരം കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ നാട്ടിലെ വിഷു എന്നൊക്കെ പറയുന്ന പോലെ ഉഗാദി എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ ഇവിടെ ഒരു ആഘോഷം നടക്കുന്നത് കൊണ്ട് ഇന്ന് ലീവായിരുന്നു. നമ്മൾ ദിവസം ശരി ഉണ്ടായിട്ടില്ല വന്നത്. അപ്പോൾ ഇവിടെ കരകൗശല വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ മുഴുവൻ ഇവർ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരും. പിന്നീടുള്ളൊരു വീഡിയോയിൽ
वो सेट आता है पूरा? सेट ऑफ 3. सेट ऑफ 3 जेंट्स है, लेडीज है. അപ്പോൾ ഇവരാണ് നമുക്ക് ഇവിടെ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന്. തൊട്ടടുത്ത് തന്നെ ചായക്കട നടത്തുകയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല ചായ ഇന്ന് ലീവാണ് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രാമം വിടുകയെന്ന്. അതുപോലെ തന്നെ അവർ നമ്മളോട് പറഞ്ഞേക്കുന്ന മൊത്തം ഇവിടുത്തെ ഫാക്ടറികളിൻ്റെ നിർമ്മാണമൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കൊണ്ടുപോയി കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഐവ.